ഗൗരയും കൂടി എടുക്കാൻ പോണത് ഇവരെയാണ്. ഫുൾ ഇൻഡോർ പ്ലാന്റ് പർച്ചേസാണ്. ഈ കണ്ട തോട്ടം മൊത്തം നടന്നുള്ള ബീറും കുപ്പിയും ഏഞ്ചൽ ഫിഷ്. ഈ വീടിനെ കൊണ്ടാണ് എട്ടങ്ങേറ്. എന്തോ ഒരു പറ്റിയിടണേ എന്തോ. ഇന്നും ഓഫീസിൽ നിന്ന് ടീമുണ്ട്, അതുകൊണ്ട് രാവിലെ നേരത്തെ ഇറങ്ങാം. ഇന്നൊരു 8:30 ആകുമ്പോഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. വീഡിയോ വരുന്ന നാളെ ആയിരിക്കും, അതായത് 16-ാം തീയതി. ഇന്ന് 15-ാം തീയതി. അപ്പോൾ നാളെ വിഷ് ചെയ്തുകൊണ്ട് നാളെ മാറി വിഷ് ചെയ്തതെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, പോയിട്ട് റൂട്ടിൽ നിന്ന് കാണുന്നു. വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കുക നടക്കുന്നില്ല. അപ്പോൾ ഇവർ ഓഫീസിൽ നിന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കുക നടക്കൂല. എന്നാലും കുഴപ്പമില്ല, പറ്റുന്ന നോക്കി നമുക്ക് എടുക്കാം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ടൗണിൽ വലിയ പരിപാടികളൊന്നും കാണുന്നില്ല. പഴയ ആവേശമൊന്നും ഇല്ലാത്ത പോലെ. ചെറിയ ചെറിയ കുറച്ച് പേര് കൂടി നിൽപ്പുണ്ട്. അങ്ങനെ എനിക്കുള്ള വണ്ടി എത്തി. അരവിന്ദേട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ബത്തേരിക്ക്, അവിടുന്ന് പിന്നെ അവരൊപ്പം വർക്ക്. അവരവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാജിയേട്ടൻ ഇന്ന് രാവിലെ പോയി. മുപ്പരൊരു അളിയൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മുപ്പരില്ലെന്ന് കൂടെ. റൂട്ടിൽ ഫുള്ള് കോട്ടിട്ട് പോയിട്ട് ആൾക്കാർക്ക് ഭയങ്കര അതിശയം. ഞാൻ ഈ ഷർട്ട് മാത്രം ഇട്ടത്. ഞാൻ എപ്പോൾ റൂട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കറുത്ത കോട്ടില്ല, ആ കോട്ടിട്ടുള്ളവർ. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതാണ്. വേറെ ആരും അങ്ങനെ ഇട്ട് പോകണം ഞാൻ കണ്ടിട്ടുമില്ല. എല്ലാവർക്കും അതിശയം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. ചില ഏരിയകൾ അങ്ങനെ ഉണ്ടാവില്ല. ചില സെയിൽസ്മാൻമാർക്കൊക്കെ അങ്ങനെ നോട്ട് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടാവും. അവർ ഒന്നിൽ ഹെയർ സ്റ്റൈലോ ഷർട്ട് ഇടുന്നതിൻ്റെ ഒരു സ്റ്റൈലോ പാൻറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കോട്ടായിരുന്നു വെച്ചോളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് കോട്ടൊന്നുമില്ല, അങ്ങനെ പോകണം. അതേപോലെ ആ കറുത്ത കോട്ട് ഒരെണ്ണമല്ല ഉള്ളത്, തിരിച്ചും മറിച്ചിടാൻ. എൻ്റെ അടുത്ത് അത് 3 എണ്ണം വന്നു. ഒരെണ്ണം അതലക്കും മറ്റേ എടുത്തിടും, അങ്ങനെ 3 എണ്ണം ഉണ്ട്. പക്ഷേ സെയിം ഡിഫറൻറ്റ് കളർ വാങ്ങിയിട്ടില്ല. എല്ലാം ബ്ലാക്ക് തന്നെ മേടിച്ചത്. കമ്പനിയിൽ ചെറിയ മാറ്റം ഉണ്ടാവുന്നു മാത്രമേ. ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. അത്ര 499-500 രൂപ അത്ര റേറ്റ് വരുന്നു. അതുകൊണ്ട് 3 എണ്ണം വാങ്ങി വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലക്കി ഇട്ടോണ്ടിരിക്കും. എല്ലാവരും നോക്കുമ്പോൾ ഒരേ കോട്ട് എല്ലാ ദിവസവും ഇട്ടോണ്ടിരുന്നു. ഒരേ കോട്ടല്ല, കളറാണ്. ഞങ്ങള് ഇവിടെ എത്തുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ പതാക ഉയർത്തൽ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ പരിപാടിയൊക്കെ കാണാൻ മനോട്ടനും കൂടി റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഈ പ്ലാന്റിലുള്ള. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നന്നാട്ടോ, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്. ഈ ചേട്ടൻ മനോട്ടൻ്റെ വീട്ടിലേക്ക് കുറച്ച് ചെടി വാങ്ങാൻ വേണ്ടി വന്നേക്കാം. പിന്നെ അത് ഏട്ടനുണ്ട്. ഞാനന്ന് വാങ്ങി അതേ ആന്തൂറിയല്ലേ, അത് മനോട്ടനോടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരത് വാങ്ങാനുള്ള പരിപാടിയാണ്. ഫുൾ ഇൻഡോർ പ്ലാന്റ് പർച്ചേസാണ്. അവരെ വഴിക്ക് പറഞ്ഞു വിട്ടു. ഞാൻ എൻ്റെ വഴിക്ക് പോവാം. പുലങ്ങാടി എൻ്റെ റൂട്ടും കവർ ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക്. 2 പേർ ഗപ്പീനും കൂടി വാങ്ങാനുണ്ട് കേട്ടോ. പോയോക്കട്ടെ. വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. സിക്കിൾഡ് വെറൈറ്റീസ്. ഇത് പാരറ്റ് ഫിഷ് കേട്ടോ, റെഡ് കളറാണ്. എടുക്കാൻ പോണത് ഇവരെയാണ്. വെറൈറ്റി ടീം ഉണ്ട് കേട്ടോ. ഏഞ്ചൽ, വൈറ്റ്, ആൽബിനോ, മെയില്, ഗൗരയും കൂടി. കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മീനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഏഞ്ചല്, ഗൗര, ഗോൾഡ് ഫിഷ്, പിന്നെ വേറെ എന്താണ് അതിനുള്ളൂ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, റിലീസ് ചെയ്യണം. ഒരു ടാങ്ക് സെറ്റ് ചെയ്യണം. ഗോൾഡ് ഫിഷും ഗൗരയും കൂടി ഇതാ വാട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏഞ്ചലിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് കാറ് കൊണ്ടുവന്നിട്ട് ഇതിൽ പാസ്സാകുമ്പോൾ ഇവിടെ തട്ടുമോ എന്നൊരു സംശയം. അവിടെയാണ് ഇപ്പോൾ സംശയിച്ചുകൊണ്ട് നിൽക്കുന്നത്. പണ്ടൊരു കുപ്പിക്ക് 2 രൂപ എന്ന് പറഞ്ഞിട്ട് ഞാനും അനന്തവും കൂടി ഈ കണ്ട തോട്ടം മൊത്തം നടന്നുള്ള ബീറും കുപ്പിയും അതെല്ലാം ചില്ല് കുപ്പി എല്ലാം കൂടി പെറുക്കി കൂട്ടി കൊണ്ടുവന്ന് ഇവിടെ കൂട്ടി. അതിന് ശേഷം നോക്കുമ്പോൾ അവർ പറഞ്ഞു കുപ്പി ഒരെണ്ണം പോലും എടുക്കൂല. കുറേ കുപ്പിയുണ്ട്. ഈ ഒരു ചാക്ക് നിറച്ചായി.
ഒരു കുപ്പിക്ക് അന്ന് 2 രൂപ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചതാണ്. പിന്നെ അവരും എടുത്തിട്ടില്ല. ഹരിതകർമ്മസേനയോട് പറഞ്ഞിട്ട് അവരും കൊണ്ടുപോയില്ല. ഉള്ളിലെല്ലാത്തിനും വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്നുള്ള കേസിലാണ്. ഇതാണ് നമ്മളൊന്ന് മേടിച്ച ഏഞ്ചൽ ഫിഷ്. ഇവരെ കുറേ ആയി ഞാനിവിടെ കൊണ്ടുവന്നിട്ട്. നോക്കട്ടെ. ഈ വീടിനെയും കൊണ്ടാണ് എട്ടങ്ങേറ്. എയറേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോട്ടർ വാങ്ങിയിട്ട് എയറേഷൻ കൂടി കൊടുത്തിട്ട് ബാക്കി നോക്കാം. ആണ് പേരിനെ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇത് എന്തോ ഒരു പറ്റിയിട്ടുണ്ട്. എങ്ങനെന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ആളത്ര ഉഷാറല്ല. ഇടയ്ക്ക് ചെരിഞ്ഞു പോകണു, വളഞ്ഞു പോകണു, അങ്ങനെ വിഷയമുണ്ട്. അത് വിഷ്ണുവിൻ്റെ കയ്യിലുണ്ട് മറ്റേ കവർ. വിഷയം വെച്ചതാ. പിന്നെ മെയിലിന് ഇന്ന് കൊണ്ടുവന്നാൽ ക്ലിയർ ആവുന്നില്ല. രാത്രിയായി. ജനമേൽ ഇതായിരിക്കുന്നു 2 പേര്. അതിൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന ഫീമെയിൽ, വെയിലെടുക്കുന്ന അതിൻ്റെ മെയിലാണ്. ഇപ്പോഴാണ് ഏറെക്കുറെ ഒരേ സൈസുള്ള മെയിൽ ഫീമെയിലും കിട്ടിയത്. ഫീമെയിൽ എഗ് ലോഡറാണ്. പക്ഷേ അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണാവോ. രാത്രിക്കത്തെ ഫുഡും ദോശ കേട്ടോ. ദോശ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല. എല്ലാ പണിയും കൂടി കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ ഊപ്പാടേറ്റിരുന്നു. നല്ല ഉറക്കക്ഷീണം വരുന്നു. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എഡിറ്റ് തരാതെ ഉറക്കമൊന്നും നടക്കൂല. എഡിറ്റ് ചെയ്ത് തീർത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അപ്ലോഡ് ആവത്തുള്ളൂ. അപ്പോൾ നോക്കാം. ഇപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.